ഹൗലുൽ കൗസറിന്റെ അടുത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗം മുനാഫിഖാണ്, കപട വിശ്വാസി. ഉള്ളിലൊന്നും പുറത്തൊന്നും മനുഷ്യരെ വഞ്ചിക്കുന്നവർ, കളവ് പറഞ്ഞു പറ്റിക്കുന്നവർ, സ്വന്തം ബിസിനസ് പാർട്ട്ണറെ പറ്റിക്കുന്ന മനുഷ്യന്മാരില്ലേ, ഉണ്ട്. അത് നിഫാഖിന്റെ അടയാളല്ലേ? അതെ. ഭാര്യയെ വഞ്ചിക്കുന്നവരില്ലേ, ഭർത്താവിനെ വഞ്ചിക്കുന്നവരില്ലേ, കൂട്ടുകാരെ പറ്റിക്കുന്നവരില്ലേ, മുതലാളിയെ പറ്റിക്കുന്നവരില്ലേ, തൊഴിലാളിക്ക് വേതനം കൊടുക്കാത്തവരില്ലേ, നാടിനും നാട്ടുകാർക്കും വലിയ സംഭാവനയും പള്ളിക്കും ഉറൂസിനും വലിയ ഡൊണേഷനും കൊടുക്കുന്നു, സ്വന്തം സ്റ്റാഫിന് മര്യാദയ്ക്ക് സാലറി കൊടുക്കണില്ല. ഇതാണോ ഇസ്ലാം? വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് വേതനം കൊടുക്കണമെന്ന ഹദീസ് മെയ് ദിനത്തിന് സ്റ്റാറ്റസ് വെക്കാനുള്ളതല്ല മോനെ. സ്വന്തം സ്റ്റാഫിനെയും സ്വന്തം സ്ഥാപനത്തിലെ ജോലിക്കാരെയും മര്യാദയ്ക്ക് പരിഗണിക്കണം, പറ്റിക്കരുത്. എപ്പോഴെങ്കിലൊക്കെ തർക്കിക്കുന്ന ഘട്ടത്തിൽ എന്തോ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ പഴയ ഓർമ്മകളിലെ തെറ്റുകളെല്ലാം ഉറക്കെ പറഞ്ഞ് തമ്മാടിത്തം പറയുന്നവർ മുനാഫിഖീങ്ങളാണെന്ന് ഹദീസിലുണ്ട്. അതിനൊന്നും നമ്മൾ നിൽക്കരുത്. പണ്ട് നീ എന്താ പറഞ്ഞതിന്, പണ്ട് അയാൾ നിന്നെ കുറിച്ച് എന്താ പറഞ്ഞത്, നീ എന്തെല്ലാമാണ് അയാളെ കുറിച്ച് പറഞ്ഞത്, ഇങ്ങനെ പണ്ടത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞ് തെറ്റിക്കുന്നത് നിഫാഖിന്റെ അടയാളാണ്. കളവറിയരുത്, വിശ്വസിച്ചവരെ വഞ്ചിക്കരുത്.